ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം എഫ്സിയുടെ അവസാന മത്സരം 6-ന് ഞായറാഴ്ച വൈകിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കും. കോഴിക്കോട് കോർപ്പറേഷന്റെ സമന്വയ പദ്ധതിയുടെ ഭാഗമായി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ക്യാൻസർ രോഗികളെ സഹായിക്കാനായി ചലച്ചിത്ര നടി ഷീല വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം കോഴിക്കോട് ലളിതകല ആർട്ട് ഗ്യാലറിയിൽ തുടങ്ങി. മലബാറിലെ വിമാനയാത്ര ദുരിതം ലഘൂകരിക്കാൻ പിന്തുണ നൽകുമെന്ന് വേൾഡ് മലയാളി കൗൺസിൽ ഭാരവാഹികൾ. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം എഫ്സിയുടെ അവസാന മത്സരം 6-ന് ഞായറാഴ്ച വൈകിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കും. ടെമ്പോയുമായുള്ള മത്സരത്തിൽ പ്രവേശനം സൗജന്യമാണ്. The situation is we are in very good moment. We have one final and the final no is possible only play. The final we need a win. Then after we win, I don't know what happened in other games, but the more important is now we are in very good moment. We work very good in the week. ഡെംബോയെ കീഴടക്കാൻ ഗോകുലം ടീം കഠിന പരിശീലനത്തിലാണെന്ന് ക്യാപ്റ്റൻ സെർജിയോ ലാമാസ് പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച വൈകിട്ട് 4-നാണ് ഐ ലീഗിൽ ഗോകുലത്തിന്റെ അവസാന മത്സരം. മത്സരത്തിന് പ്രവേശനം സൗജന്യമാണ്. കിരീടത്തിനായി പോരാടുന്ന 4 ടീമുകളുടെയും മത്സരം ഞായറാഴ്ച വൈകിട്ട് 4-നാണ്. ശ്രീനഗറിൽ നടക്കുന്ന മത്സരത്തിൽ റിയൽ കാശ്മീർ FC ചർച്ചിൽ ബ്രദേഴ്സിനെ തോൽപ്പിക്കുകയും കോഴിക്കോട്ടെ മത്സരത്തിൽ ഗോകുലം കേരള ഡെംബോ FCയെ തോൽപ്പിക്കുകയും ചെയ്താൽ ഐ ലീഗ് കിരീടം 3-ാം തവണയും കേരളത്തിലെത്തും. എന്നെ ഏൽപ്പിച്ച ജോലി കളിക്കാരുടെ എല്ലാവരുടെ സഹായത്തോടുകൂടിയും അതുപോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു സപ്പോർട്ടിംഗ് സ്റ്റാഫിന്റെ എല്ലാവരുടെയും ഈ ക്ലബിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും സഹായത്തോടു കൂടിയിട്ട് വളരെ ഭംഗിയായിട്ട് ഈ നിമിഷം വരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷന്റെ സമന്വയ പദ്ധതിയുടെ ഭാഗമായി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. മേയർ ബീന ഫിലിപ്പ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കരുതലിന്റെ ചേർത്ത് നിർത്തലുകളുടെ കാരുണ്യപൂർണമായ ഇടപെടലിനാൽ സമ്പൂർണ്ണ ഭിന്നശേഷി വയോജന സൗഹൃദ നഗരമായി കോഴിക്കോട് മാറുന്നു. നഗരത്തിലെ കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും വിവിധ വകുപ്പുകളുടെയും പദ്ധതികളുടെയും ഏകോപനത്തിലൂടെ കൃത്യമായ സേവനം യഥാസമയത്ത് ലഭ്യമാക്കുന്നതിനായി നടപ്പാക്കുന്ന പദ്ധതിയായ സമന്വയയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്ത് ആദ്യമായി നടപ്പാക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമായി പൂർണ്ണമായും ശയ്യാവലംബർ, വിവിധ ഭിന്നശേഷിക്കാർ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സമഗ്ര സർവേ നടത്തിയിരുന്നു. സർവേയുടെ ആദ്യഘട്ടത്തിൽ ലഭ്യമായ 1500 പേരുടെ ആവശ്യകത പരിഗണിച്ച് അവരുടെ ശാരീരിക അവസ്ഥകളുടെ ആയാസം കുറയ്ക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പദ്ധതി വഴി വിവിധ സഹായ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനായി അലിംകോ ബംഗളൂരുവിന്റെ പിന്തുണയോടെ സ്ക്രീനിംഗ് നടത്തിയാണ് 275 പേർക്ക് ഉപകരണങ്ങൾ നൽകുന്നത്. വീൽചെയർ, വാക്കർ, സ്മാർട്ട് ഫോൺ, ക്രച്ചസ്, വാക്കിംഗ് സ്റ്റിക്ക്, കൈകാലുകൾ, പ്രത്യേകം തയ്യാറാക്കിയ ഷൂസ്, ഹിയറിംഗ് എയ്ഡ് എന്നിങ്ങനെ 23 ലക്ഷം രൂപയുടെ 15 ഉപകരണങ്ങളാണ് ലഭ്യമാക്കിയത്. മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഒരു ഫോണിൽ കുറേ കാര്യങ്ങളൊക്കെ എഴുതി കൊണ്ടുപോയി ഓർമ്മയുണ്ടാവും. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് കിടപ്പ് രോഗികളാരാണ്, പ്രത്യേകിച്ച് പെട്ടെന്ന് സഹായം വേണ്ടവരാരാണ് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് അതിലൊരു വിഭാഗത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് തോട്ടത്തിൽ രവീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു.
സ്ഥിരം സമിതി അധ്യക്ഷരായ പി ദിവാകരൻ, പി കെ നാസർ, കൗൺസിലർമാരായ MS തുഷാര, കെ മൊയ്തീൻ കോയ, കോർപ്പറേഷൻ സെക്രട്ടറി KU ബിനി, ഹെൽത്ത് ഓഫീസർ ഡോക്ടർ TK മുനവർ റഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചലച്ചിത്ര നടി ഷീല വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം കോഴിക്കോട് ലളിതകലാ ആർട്ട് ഗാലറിയിൽ തുടങ്ങി. ക്യാൻസർ രോഗികളെ സഹായിക്കാൻ ലക്ഷ്യമിട്ട് ചിത്ര പ്രദർശനം ഉദ്ഘാടന വേദിയിൽ കാരിക്കേച്ചറും ഗസൽ സന്ധ്യയും കൊണ്ട് സമ്പന്നമായി. പ്രകൃതി ദൃശ്യങ്ങളും മനുഷ്യരുടെ വിവിധ ഭാവങ്ങളും പ്രേക്ഷക ഹൃദയങ്ങളിൽ നെഞ്ചേറ്റിയ കഥാപാത്രങ്ങളുമാണ് നടി ഷീല ക്യാൻവാസിൽ പകർത്തിയതിൽ ഏറെയും. തന്നെ സ്വാധീനിച്ച വ്യക്തികൾ, ആചാരങ്ങൾ ഉൾപ്പെടെ 139 ചിത്രങ്ങളുടെ പ്രദർശനമാണ് ആർട്ട് ഗാലറിയിൽ ഒരുക്കിയത്. മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഷീലയുടെ മകൻ വിഷ്ണു ജോർജ്, ആസിഫ് അലി കോമു, ബേബി മാത്യു സോമതീരം, KP സുധീര, വിനിഷ വിദ്യാധരൻ, CM അരുൺകുമാർ, M ബിന്ദു, പ്രൊഫസർ വർഗീസ് മാത്യു, R ജയന്ത്കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ജീവൻ ടിവിയുടെയും ഫെഡറൽ ബാങ്കിന്റെയും സഹകരണത്തോടെ കോമു സൺസിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രദർശനം. പെയിന്റിംഗ് വിൽപ്പനയിൽ നിന്നും ലഭിക്കുന്ന തുക പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് നൽകാനാണ് തീരുമാനമെന്ന് നടി ഷീല പറഞ്ഞു. എൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയും എനിക്കൊരു നേരം പോക്കിന് വേണ്ടിയാണ് തുടങ്ങിയത്. പക്ഷേ കോമൺ സെൻസും പിന്നെ ഇവരെല്ലാവരും കൂടി ഇത് വന്ന് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞത് കാരണം ഇത് വന്നിപ്പോൾ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയാണ് ഇതെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നത്. എല്ലാവരും ഇതിന് വരണം. ഇതാരും ഒരു ഡൊണേഷനായിട്ട് വിചാരിക്കാൻ പാടില്ല. ഒരു പുണ്യകാര്യത്തിന് വേണ്ടി ഈ പടങ്ങളൊക്കെ മേടിക്കണം. അവരെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ വിൽപ്പന ജോണി കുരുവിളക്കി നൽകി ഷീല നിർവഹിച്ചു. സിഗ്നി ദേവരാജ്, നൌഷാദ് വെള്ളാശ്ശേരി, ബഷീർ വെള്ളാശ്ശേരി, ബഷീർ കീഴ്ശ്ശേരി എന്നിവർ കാരിക്കേച്ചർ വരച്ചു. ചിത്രങ്ങൾ വിറ്റുകിട്ടുന്ന തുകയും ക്യാൻസർ രോഗികൾക്ക് നൽകും. ഷീല അഭിനയിച്ച സിനിമയിലെ ഗാനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ റഫീഖ് യൂസഫ്, അൽക്കർ അഷ്കർ എന്നിവരുടെ ഗസൽ സന്ധിയും ആസ്വാദകരുടെ മനം കവർന്നു. ചിത്ര പ്രദർശനം 17-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാറിലെ വിമാനയാത്രാ ദുരിതം ലഘൂകരിക്കാൻ പിന്തുണ നൽകുമെന്ന് വേൾഡ് മലയാളി കൗൺസിൽ ഭാരവാഹികൾ. മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ കോഴിക്കോട് നൽകിയ സ്വീകരണത്തിലാണ് അവർ ഈ കാര്യം വ്യക്തമാക്കിയത്. മലബാറിലെ വിമാനയാത്രാ ദുരിതം ലഘൂകരിക്കാനും കേരള UAE കപ്പൽ സർവീസ് ആരംഭിക്കാനും പിന്തുണ നൽകുമെന്ന് വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ അംബാസിഡറും ദുബായ് ഖലീജ ടൈംസ് മാനേജിംഗ് എഡിറ്ററുമായ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ കേരള മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ളയെ അറിയിച്ചു. കപ്പൽ സർവീസിന് സന്നദ്ധരായ പ്രമുഖ കപ്പൽ കമ്പനികളുമായി ബന്ധപ്പെട്ട് മാരിടൈം ബോർഡിനെ സമീപിക്കാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുമെന്ന് അദ്ദേഹം ചെയർമാനെ അറിയിച്ചു. മലബാർ ഡെവലപ്മെന്റ് കൗൺസിലും ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റിയും സംയുക്തമായി വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ ഭാരവാഹികളെ ആദരിച്ചു. ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, ബേബി മാത്യു സോമതീരം, ജോണി കുരുവിള, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, ഡോക്ടർ നടക്കൽ ശശി, ഡോക്ടർ ഡൊമിനിക് ജോസഫ്, അഡ്വക്കേറ്റ് സുനിൽകുമാർ എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കാലിക്കറ്റ് ചേംബർ ഹാളിൽ നടന്ന ചടങ്ങ് ചേംബർ മുൻ പ്രസിഡന്റ് ഡോക്ടർ K മൊയ്തു ഉദ്ഘാടനം ചെയ്തു. ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി ചെയർമാൻ ഷെവലിയാർ C ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. മലബാറിലേക്കുള്ള പ്രവാസി യാത്രക്കാരും കാർഗോ കയറ്റിറക്കുമതിക്കാരും നേരിടുന്ന പ്രയാസങ്ങൾ അധ്യക്ഷ പ്രസംഗത്തിൽ C ചാക്കുണ്ണി വിശദീകരിച്ചു. ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കത്തോലിക്കയുടെ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ച് സൊസൈറ്റി പുറത്തിറക്കിയ തപാൽ സ്റ്റാമ്പുകൾ, യുനെസ്കോ സാഹിത്യ പദവി നേടിയ കോഴിക്കോട് കോർപ്പറേഷനെ ആദരിച്ച് തപാൽ വകുപ്പ് പുറത്തിറക്കിയ കവറുകളിൽ വിശിഷ്ടാതിഥികൾക്ക് ചടങ്ങിൽ C ചാക്കുണ്ണി കൈമാറി. കാലിക്കറ്റ് ചേംബർ മുൻ പ്രസിഡന്റുമാരായ ഡോക്ടർ K മൊയ്തു, സുബൈർ കൊളക്കാടൻ, കുന്നോത്ത് അബൂബക്കർ, പ്രൊഫസർ വർഗീസ് മാത്യു, മുസ്തഫ ബേപ്പൂർ എന്നിവർക്കും തപാൽ സ്റ്റാമ്പ് കൈമാറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന
ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ വരവ് ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഓ തന്നെ, പക്ഷെ എങ്ങനെ മച്ചു വെറും കൈയോടെ വരണത്? ഇതിലൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ? അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കണം മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇറക്കട്ടാ വർക്കിച്ച ആ സാധനം ഇറക്കി. കോഴിക്കോട് ബീച്ചിൽ 28 മുതൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. എരഞ്ഞിക്കൽ കാരംവെള്ളി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠാ ചടങ്ങ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. ക്ഷേത്രം തന്ത്രി കക്കാട്ടില്ലത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. പടിഞ്ഞാറോട് ദർശനമുള്ള അത്യപൂർവം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലൊന്നാണ് എരഞ്ഞിക്കൽ കാരംവെള്ളി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പഴനിക്ക് സമാനമായ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ധ്വജസ്തംഭം സ്ഥാപിക്കണമെന്ന് പ്രശ്നചിന്തയിൽ തെളിയുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1 വർഷം നീളുന്ന നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയാണ് ധ്വജപ്രതിഷ്ഠ നടത്തിയത്. താന്ത്രിക ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കക്കാട്ടില്ലത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ വിശ്വനാഥക്കുറുപ്പ്, സെക്രട്ടറി പി ജയൻ, പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ കെ ജയചന്ദ്രൻ, ജനറൽ കൺവീനർ സി കെ സുരേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. 100 കണക്കിന് ഭക്തജനങ്ങളാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയത്. ധ്വജപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് 6 ദിവസത്തെ ആറാട്ടുത്സവത്തിനും കൊടിയേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ലീഡർ കെ കരുണാകരൻ മന്ദിരം ഏപ്രിൽ 12-ന് സമർപ്പിക്കും. ഉദ്ഘാടനം KC വേണുഗോപാൽ MP നിർവഹിക്കും. 1 മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിയിൽ കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൾ സംബന്ധിക്കും. ആധുനിക സജ്ജീകരണങ്ങളോടെ 4 നിലകളിലാണ് പുതിയ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചത്. ലീഡർ കെ കരുണാകരൻ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 12-ന് രാവിലെ 11 മണിക്ക് വയനാട് റോഡിൽ DCC ഓഫീസിന് മുൻവശം ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP നിർവഹിക്കും. ഉമ്മൻചാണ്ടി ഓഡിറ്റോറിയം KPCC പ്രസിഡന്റ് K സുധാകരനും ഗാന്ധി പ്രതിമ അനാച്ഛാദനം പ്രതിപക്ഷ നേതാവ് VD സതീശനും ജവഹർലാൽ നെഹ്റു പ്രതിമ അനാച്ഛാദനം രമേശ് ചെന്നിത്തല MLAയും ഡോക്ടർ KG അടിയോടി റിസർച്ച് സെന്റർ ആൻഡ് വെബ്സൈറ്റ് ഉദ്ഘാടനം ശശി തരൂർ MPയും നിർവഹിക്കും. ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏപ്രിൽ 6 മുതൽ മെയ് 6 വരെ വിവിധ പരിപാടികൾ ത്രിവർണോത്സവം എന്ന പേരിൽ സംഘടിപ്പിക്കുമെന്നും DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 7.5 കോടി രൂപ ചെലവഴിച്ചാണ് 24,000 ചതുരശ്ര അടിയിൽ ഓഫീസ് പുതുക്കിപ്പണിതത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യൻ യൂത്ത് അസോസിയേഷന്റെ സുവർണ ജൂബിലി ആഘോഷം ഏപ്രിൽ 6-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. കഴിഞ്ഞ 50 വർഷമായി പ്രവർത്തനങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സാരഥികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 1974-ലാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ എന്ന സംഘടന ആരംഭിച്ചത്. 2024-ല് 50 വർഷം പൂർത്തിയാക്കി. ഈ കഴിഞ്ഞ 1 വർഷം നമ്മൾ വിവിധ കലാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഞായറാഴ്ച, അതായത് മറ്റന്നാൾ ടൗൺ ഹാളിൽ വെച്ചാണ് നമ്മുടെ 50ാം
വാർഷിക ആഘോഷം നടക്കുന്നത്. ഉച്ചയ്ക്ക് മുതൽ തന്നെ ഒരു 2 മണി മുതൽ തന്നെ നമ്മുടെ പ്രോഗ്രാംസ് ടൗൺ ഹാളിൽ സ്റ്റാർട്ട് ചെയ്യും. കഴിഞ്ഞ 50 വർഷം ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു ചിത്ര പ്രദർശനത്തോടു കൂടിയാണ് പരിപാടി ആരംഭിക്കുന്നത്. ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ സുവർണ ജൂബിലി ആഘോഷം ഞായറാഴ്ച ടൗൺ ഹാളിൽ നടത്തും. 50 വർഷത്തെ പ്രവർത്തനം സംബന്ധിച്ച ചിത്ര പ്രദർശനം, കഴിഞ്ഞകാല പ്രവർത്തകരുടെ ഒത്തുചേരൽ, 30 വർഷം മുൻപ് IYA അംഗങ്ങൾ അവതരിപ്പിച്ച ആനപുരാണം നാടകം, അതേ അംഗങ്ങൾ പുനരവതരിപ്പിക്കൽ, നൃത്ത പരിപാടി തുടങ്ങിയവ നടത്തുമെന്ന് പ്രസിഡന്റ് TD ഫ്രാൻസിസ്, സെക്രട്ടറി P സജിത് കുമാർ, സ്ഥാപകാംഗം M അരവിന്ദ് ബാബു എന്നിവർ പറഞ്ഞു. ഗോപിനാഥ് മുതുകാട് ആഘോഷത്തിന് തുടക്കം കുറിക്കും. ഉച്ചയ്ക്ക് 2-ന് ചിത്ര പ്രദർശനത്തോടെ ആരംഭിക്കും. വൈകിട്ട് 4-ന് സുവർണ ജൂബിലി ഒത്തുചേരൽ നടത്തും. സമകാലിക പ്രശ്നങ്ങളെല്ലാം മുൻനിർത്തിയിട്ടുള്ള ഒരു ആനപുരാണം എന്ന് പറഞ്ഞുള്ള ഒരു നാടകം IYA അംഗങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ വരവ് ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഓ തന്നെ, പക്ഷെ എങ്ങനെ മച്ചു വരും കൈയോടെ വരണത്? എങ്കിലൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ, അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കണ മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇറക്കട്ടാ. വർക്കിച്ച ആ സാധനം ഇറക്കി. RABC കോഴിക്കോട് ബീച്ച് 28 മുതൽ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ മനോജ് മണിയൂരിന്റെ 12ാമത് പുസ്തകം പ്രകാശനം ചെയ്തു. ഉണരൂ, നമുക്ക് അന്വേഷണ യാത്ര തുടരാം എന്ന പുസ്തകത്തിന്റെ ആദ്യ കോപ്പി എഴുത്തുകാരൻ ഡോക്ടർ K ശ്രീകുമാറിൽ നിന്നും ഡോക്ടർ സോമൻ കടലൂർ ഏറ്റുവാങ്ങി. ചടങ്ങ് മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ മനോജ് മണിയൂരിന്റെ ഉണരൂ, നമുക്ക് അന്വേഷണ യാത്ര തുടരാം എന്ന 12ാമത് പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് കോഴിക്കോട്ട് നടന്നു. ചടങ്ങിന്റെ ഉദ്ഘാടനം മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി കോഴിക്കോട് ജില്ലാ സമിതി പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സമ്മോഹനം എന്ന പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയിൽ എഴുത്തുകാരൻ ഡോക്ടർ K ശ്രീകുമാർ പുസ്തകം പ്രകാശനം ചെയ്തു. ഡോക്ടർ സോമൻ കടലൂർ പുസ്തകം ഏറ്റുവാങ്ങി മുഖ്യപ്രഭാഷണം നടത്തി. ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ UK അബ്ദുനാസർ അധ്യക്ഷനായിരുന്നു. മോഹനൻ ചേനോളി പുസ്തകം പരിചയപ്പെടുത്തി. SSK ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ AK അബ്ദുൽ ഹക്കീം, RDD M സന്തോഷ് കുമാർ, വിദ്യാകിരണം കോർഡിനേറ്റർ VV വിനോദ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരായ K മൃദുല, KV പ്രമോദ്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ മിനിഷ, PTA പ്രസിഡന്റ് K സജീവ് കുമാർ, വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ ബിജു കാവിൽ, അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ VM അഷ്റഫ്, നിഷ R, രഞ്ജീഷ് ആവള, മുഹമ്മദ് ഷെരീഫ്, ഷീൻ അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. അധ്യാപക രചനാ മത്സരത്തിൽ സമ്മാനം നേടിയ എഴുത്തുകാരായ അധ്യാപകർക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ നൽകി. ധീമഹി പെർഫോമിംഗ് ആർട്സ് പൂതപ്പാട്ട് എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരം അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ഹനുമാൻ സേന ഭാരത് സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് തുടക്കമായി. വിരാട് ഹിന്ദു സമ്മേളനമായാണ് പരിപാടികൾ നടക്കുക എന്ന് സംസ്ഥാന ചെയർമാൻ AM ഭക്തവത്സലൻ പറഞ്ഞു. 6-ാം തീയതി രാവിലെ 10 മണിക്ക് ഹരിമഹാദേവ ക്ഷേത്ര പരിസരത്ത് നിന്നും ഘോഷയാത്രയോടുകൂടി ഘോഷയാത്രയിൽ 108 വർഷം കഴിഞ്ഞ് സ്ഥാപിക്കുന്ന ഒരു മഹാശിവലിംഗം ഇവിടെ വരുന്നു. 12 ജ്യോതിർ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി കാശി, മധുര, രാമേശ്വരം, ഹിമാലയൻ തുടങ്ങി 30 ലക്ഷത്തോളം ഭക്തന്മാർ, ആചാര്യന്മാർ അഭിഷേകം ചെയ്ത ശിവലിംഗമാണ് ഇവിടെ ആഘോഷിച്ച് ഞങ്ങൾ ഭക്തന്മാർക്ക് സൗജന്യമായി അഭിഷേകം ചെയ്യാനുള്ളൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഹനുമാൻ സേന ഭാരത് സംസ്ഥാന സമ്മേളനം വിരാട് ഹിന്ദു സമ്മേളനമായി ശനിയും ഞായറും തളയിൽ നടത്തുമെന്ന് സംസ്ഥാന ചെയർമാൻ AM ഭക്തവത്സലൻ പറഞ്ഞു. പ്രതിനിധി സമ്മേളനം, മഹാശിവലിംഗം ഘോഷയാത്ര, ഹനുമാൻ ചാലിസ മഹാജപയജ്ഞം, പ്രഭാഷണം, സാംസ്കാരിക സമ്മേളനം തുടങ്ങിയവ നടത്തും. ശനിയാഴ്ച രാവിലെ 10-ന് പതാക ഉയർത്തിയതോടെ പരിപാടികൾക്ക് തുടക്കമായി. പല സമൂഹത്തിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള 20ഓളം സന്നദ്ധ പ്രവർത്തകരെ പൊന്നാടയണിയിച്ചും മൊമ്മന്റെ കൊടുത്തും ആദരിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന ശീർഷകത്തിൽ കേരളത്തിലെ സാമൂഹ്യ പരിസരങ്ങളിൽ SSF നടത്തിയ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ 75 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഇതിന്റെ തുടർച്ചയായാണ് 2ാം ഘട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ലഹരി കേസുകളിൽ പ്രധാന കണ്ണികൾ പിടിക്കപ്പെടാത്തതും പിടിക്കപ്പെടുന്നവർ എളുപ്പം പുറത്തു കടക്കുന്നതും 2ാം ഘട്ട ക്യാമ്പയിന്റെ ഭാഗമായി ചർച്ച ചെയ്യും. 80 ലക്ഷം കുടുംബങ്ങളെ നേരിൽ കണ്ട് ലഹരിക്കെതിരെ ബോധവൽക്കരണം നൽകും. പരിശീലനം നേടിയ 3 ലക്ഷം ആക്ടിവിസ്റ്റുകളെ സമൂഹത്തിലേക്ക് സമർപ്പിക്കുമെന്നും SSF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. KSEB ലിമിറ്റഡിലെ പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും ക്ഷാമബത്ത കുടിശ്ശിക നിഷേധിച്ച കേരള സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് KSEB പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പെൻഷൻകാർ കോഴിക്കോട് വൈദ്യുതി ഭവന് മുന്നിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. വിജയൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PI അജയൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം AK അബ്ബാസ്, ജില്ലാ സെക്രട്ടറി M. മനോഹരൻ, C. അരവിന്ദാക്ഷൻ, P. പീതാംബരൻ, PI പുഷ്പരാജ്, P. സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം FCയുടെ അവസാന മത്സരം 6-ന് ഞായറാഴ്ച വൈകിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കും. കോഴിക്കോട് കോർപ്പറേഷന്റെ സമന്വയ പദ്ധതിയുടെ ഭാഗമായി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ക്യാൻസർ രോഗികളെ സഹായിക്കാനായി ചലച്ചിത്ര നടി ഷീല വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം കോഴിക്കോട് ലളിതകല ആർട്ട് ഗ്യാലറിയിൽ തുടങ്ങി. മലബാറിലെ വിമാനയാത്ര ദുരിതം ലഘൂകരിക്കാൻ പിന്തുണ നൽകുമെന്ന് വേൾഡ് മലയാളി കൗൺസിൽ ഭാരവാഹികൾ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.